ഹായ് ഫ്രണ്ട്സ്, എൻ്റെ നാട്ടിൽ പുതുതായി നിർമ്മിച്ച ബഡ്സ് സ്കൂളിൻ്റെ ഇനോഗ്രേഷനായിരുന്നു കേട്ടോ ഇന്ന്. ഉദ്ഘാടനത്തിനായി മന്ത്രി രാജീവ് സാറായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ വിശിഷ്ട അതിഥികളായി റഹീം സാറും പഞ്ചായത്ത് അംഗങ്ങളും ഉണ്ടായിരുന്നു. നാട്ടിലെ പുരോഗതിയാണ് കേട്ടോ ഇത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA വളരെ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. വളരെ സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നല്ലൊരു ഭക്ഷണം തന്നെ ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. പാലിയേറ്റീവ് കെയറിലെ അംഗങ്ങളാണ്. 2022-23-24-25 MLA 50 ലക്ഷം രൂപ വീതമാണ് നമുക്ക് ഇതിന്റെ കെട്ടിടം ബഡ്സ് സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണിത്. ഇതിന്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെയായിരുന്നു. പഴയ കാലത്ത് ഒരു പക്ഷേ അമ്മ മാത്രം, അതല്ലെങ്കിൽ അച്ഛൻ മാത്രം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പഴയ കാലത്ത് കേൾക്കാറുണ്ടായിരുന്നു കുട്ടിയെ മുന്നിൽ അടച്ചിട്ടു നമ്മുടെ മനസ്സിൽ വലിയൊരു പീഡനമായിട്ടാണ് എന്നാണ്. അതുപോലെ മാതാവ് പുറത്തുപോയി എന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ പഴയ കാലത്ത് കേട്ടുകൊണ്ട് ഭക്ഷണം യൂട്യൂബിലുള്ള ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മനോഹരവും ഈ ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി നമുക്ക് നൽകാൻ സാധിച്ചു. അപ്പോൾ മനസ്സിലൊരു വിഷമം നിലനിൽക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് മനോഹരമായി നിർമ്മിച്ച ക്ലാസ് റൂമുകളും കൂടാതെ നഴ്സറിയും ഇവിടെയുണ്ട്. സ്ത്രീകൾക്കായി ഫിറ്റ്നസ് സെന്ററും ഇവിടെയുണ്ട്. മാത്രമല്ല ലൈബ്രറിയുമുണ്ട്.
നമ്മുടെ മന്ത്രി രാജീവ് സാറ് കൂടെ ബഡ്സ് സ്കൂളിലെ കുട്ടികളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.